അസ്സലാമു അലൈക്കും. ഇന്നേക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. എന്നെ വളരെ അതിശയിപ്പിച്ചു. എങ്ങനെയാണ് നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ വഷളാകുന്നത്? അതും നമ്മളുടെ മുസ്ലിം കുട്ടികൾ എങ്ങനെ വഷളാകുന്നു? അത് മുസ്ലിം ആയാലും നോൺ മുസ്ലിം ആയാലും അവരുടെ പേരൻസ് ആ കുട്ടികളെ ഏത് രീതിയിൽ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നോ, വളർത്തിക്കൊണ്ടുവന്നോ, ഇല്ല അവരുടെ പേരൻസ് എന്നാ ചെയ്തോ കണ്ടു വളർന്നവരാണ് ആ കുട്ടികൾ. അപ്പോൾ ആ പേരൻസ് ചെയ്ത കാര്യമാണ് ആ കുട്ടികളും കാണിക്കുന്നത്. ഇപ്പോൾ പേരൻസ് പിക്ചറിന് പോയി കഴിഞ്ഞാൽ, മൂവി കാണാൻ പോയി കഴിഞ്ഞാൽ പിള്ളേരും പോകും. അവർക്ക് ആ ചിന്തന, അവർക്ക് ആ തിങ്കിങ് ഉണ്ടാകും. മൂവി പോയി കാണണം, അതിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്? നമ്മളുടെ പേരൻസ് തന്നെയാണ്. സോ പേരൻസ് ഇതേപോലെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പേരൻസ് പോയി മൂവി കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾ അവിടെ തന്നെ അവരും അവരുടെ തലമുറയെല്ലാം അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈയിടെ ഒരു കാര്യമുണ്ടായി. ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈയിടെ ഒരു കാര്യമുണ്ടായി. എൻ്റെ വീട്ടിൽ ട്യൂഷൻ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയുടെ പേരൻസ് ഇതുപോലെ എനിക്ക് മെസ്സേജ് തന്നു, വീട്ടിൽ ഗസ്റ്റ് വന്നു, അതുകൊണ്ട് ഞങ്ങൾ ട്യൂഷൻ ഇന്ന് വരാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടു. അടുത്ത നാളിൽ അവർ വാട്സപ്പ് സ്റ്റാറ്റസിൽ കണ്ട മൂവിയുടെ ആ പടത്തിൻ്റെ വീഡിയോ എടുത്ത് ഇട്ടേക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഇവർ മൂവി കാണാൻ പോയതാണ് എന്നുള്ളത് മനസ്സിലായി. അടുത്ത നാൾ ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതുപോലെ നിങ്ങൾ മൂവി കാണാൻ തന്നെ പോയത് ആണ്? ആന്നു ഇല്ല, എൻ്റെ ഗ്രാൻഡ്മ പറഞ്ഞു ഗ്രാൻഡ്മ പറഞ്ഞു നമുക്ക് മൂവി കാണാൻ പോകാമെന്ന്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ആരംഭം? ഗ്രാൻഡ്മ അല്ലേ ഇതിൻ്റെ തുടക്കം കുറിച്ചത്? അതും ഒരു മുസ്ലിം ഫാമിലി. നമ്മളുടെ മുസ്ലിം ഫാമിലിയിൽ നമ്മൾ ബുർക്കയും ഇട്ട് ഹിജാബും അണിഞ്ഞ് സിനിമാ കോട്ടയിൽ പോയി ഇരുന്ന് സിനിമ കാണുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവിടെ പോയിരുന്ന് നമ്മൾ ഈ സമയത്ത് മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടെ വായിൽ വരുന്ന അവസാനത്തെ വാക്കുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മൾക്ക് എന്തിനാണ് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുന്നത് എന്തിനാണ്? അപ്പോൾ നമ്മൾ ആ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് റിപ്പീറ്റഡ് ചെയ്യാനായിട്ടാണ് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. കാരണം ആ മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യൻ്റെ വായിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വരണം. അപ്പം നമ്മൾ സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്നാൽ ആ സമയത്ത് നമ്മൾ സിനിമ കാണുമ്പോൾ അതിനകത്ത് പാട്ട് കാണും, അത് കാണും, ഇത് കാണും, എല്ലാം കാണും. അപ്പോൾ അത് പാട്ടാണോ നമ്മളുടെ വായിൽ വരുന്നത്, അല്ലാതെ സിനിമയിലുള്ള ഡയലോഗാണോ നമ്മളുടെ വായിൽ വരുന്നത്? ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു ആണോ വരുന്നത്? ഒരു മനുഷ്യൻ അങ്ങനെ വരാൻ പറ്റുമോ സിനിമ കാണുന്നവന്? ആ സമയത്ത് ഗ്രാൻഡ്മ ആയാലും ഗ്രാൻഡ്പ ആയാലും പേരൻസ് ആയാലും ആ കുഞ്ഞുങ്ങളെ ആ സമയത്ത് വിളിച്ച് കൂടെ ഇരുത്തിക്കൊണ്ട് ഇതൊക്കെയാണ് കുഞ്ഞ് ഇസ്ലാം, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഇല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ, അവർ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ട് അതെല്ലാം പറഞ്ഞു കൊടുக்கலாம். ഇല്ല അവരുടെ കൂടെ ഇരുന്ന് കളിക്കാം, എല്ലാം ചെയ്യാം. ഇതേ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി തിയേറ്ററിൽ പോയി ഗാലറിയിൽ പോയി ഇരുന്ന് പടം കണ്ടു കഴിഞ്ഞ് അവിടെ പോയി ജ്യൂസും കുടിച്ച് അവിടെ പോയി കടലയും വാങ്ങി തിന്ന് പോപ്കോണും വാങ്ങി തിന്ന് കാശ് പോകുമല്ലാതെ എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ലേ? നിങ്ങളിതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു കമൻ്റ് എനിക്ക് പറയാം. നമ്മളുടെ സമൂഹത്തിൽ, നമ്മളുടെ ഇസ്ലാമിൽ പിള്ളേരെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അതേപോലെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാരേജ് സമയത്തിൽ നിറയെ തലാക്കുകൾ ഉണ്ടാകാറുണ്ട്. മാരേജ് കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം 3 മാസം ജീവിച്ച് കഴിയുമ്പോഴത്തേക്ക് തലാക്കായിടും. എന്ത് കാരണം? അവർക്ക് ബിഫോർ മാരേജ് ഒരു
കൗൺസിലിംഗ് പോലെ ഇല്ലെന്നൊരിൽ അതിനോട് ഇമാമോ ഹജറത്തോ വിളിച്ച് വരുത്തി രണ്ടു പേർക്കും നല്ല കാര്യങ്ങൾ ആഫ്റ്റർ മാരേജിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊരപേക്ഷ കൂടിയുണ്ട്. ഈ വീഡിയോ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ ചെയ്ത കാര്യമല്ല. പക്ഷേ ഇത് നമ്മളുടെ നാട്ടിൽ ഇത് പ്രയോജനപ്പെടും. ഇങ്ങനെ ഉസ്താദുമാർ ഇല്ല ഹജറത്തുമാർ ഒക്കെ ഉണ്ടെന്നൊരിൽ അവർ ഇമാമുകൾ ഇവരൊക്കെ ഇത് കല്യാണത്തിന് മുമ്പേയും ഈവൻ കുട്ടികൾ കാണുന്നൊരിൽ മദ്രസയിൽ പഠിക്കുന്നവർക്ക് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സജഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക.